ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് മർത്താ പുണ്യവതിയുടെ തിരുനാളാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റെ കുടുംബം. ലാസർ, മറിയം, മർത്ത. ഈശോ പലപ്പോഴും അവിടെ സന്ദർശിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. ലാസർ രോഗബാധിതനായി. ഈശോ വരുമെന്ന് കരുതി വന്നില്ല, മരണം സംഭവിച്ചു. ഈശോ പിന്നീട് അങ്ങോട്ട് വരിക, മർത്ത ഓടിച്ചെന്ന് സ്വീകരിക്കുക. മർത്ത പറയുന്ന ഒരു വചനം ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 21-ാം തിരുവചനം. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. മർത്ത ഒരു വലിയ വിശ്വാസം പ്രഖ്യാപിക്കുക. നീ ഇവിടെ നീ ഞങ്ങളുടെ ഭവനത്തിൽ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദുരന്തം സംഭവിക്കത്തില്ല. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നോക്കിക്കൊണ്ട് നീയും പറയാറില്ലേ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കർത്താവിന് എൻ്റെ സ്നേഹം ഉണ്ടായിരുന്നില്ല, കർത്താവ് എൻ്റെ ഭവനത്തുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. ഒന്നേ പറയാനുള്ളൂ, ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ജീവിതം മാത്രമല്ല, സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ദൈവം അറിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ജീവിതം തീരുന്നില്ല എന്നുകൂടി നീ ഒന്ന് ചിന്തിച്ചോളണം. ലാസർ മരിച്ചുപോയതിന് സങ്കടത്തിലായിരിക്കുന്ന മർത്തയെ കാണുന്നെങ്കിൽ പിന്നീട് ലാസറിൻ്റെ ഉയർപ്പിൽ ആനന്ദിക്കുന്ന മർത്തയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് നീ വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കെല്ലാം അപ്പുറത്ത് നീ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകൾ, നന്മകൾ, സംരക്ഷണം എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ, ആരാധനയും സ്തുതി